അല്ല, ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഈ കൂടുതലായിട്ട് കണ്ടത് പല പല ഏജൻസികളുടെയും ഫലങ്ങളാണല്ലോ വന്നത്. അതിൽ ഈ 70, 69, 75 അങ്ങനെ ഒരു ഒരു ഏകദേശം തുല്യമാകുന്ന തരത്തിൽ, അല്ലെങ്കിൽ 1, 2 അല്ലെ 5, 6 സീറ്റിന്റെ അങ്ങനെ ഒരു ഫലം പോലെയാണ് അതിനകത്ത് കണ്ടത്. അല്ല, ഒരു തരംഗമായിട്ട് UDF ആണ് എല്ലാത്തിലും മേൽക്കൈ എങ്കിലും ഒരു തരംഗം പോലെ ഒരു 100 സീറ്റോ ഒന്നും അങ്ങനത്തെ ഒന്നും കണ്ടില്ല. അതെന്താ തരംഗമില്ലേ? അല്ല, തരംഗം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ശരിക്കും ഈ സർവേയിൽ തരംഗമൊന്നും അറിയാൻ പറ്റില്ല, ഇതുവരെ പറ്റിയിട്ടില്ല ഒരു തെരഞ്ഞെടുപ്പിൽ. പണ്ടൊരിക്കൽ നമ്മുടെ ആന്ധ്രാപ്രദേശിൽ നമ്മുടെ NT രാമറാവുവിൻ്റെ തെലുങ്ക് ദേശം അധികാരത്തിൽ വന്നു. ഒരൊറ്റ പ്രീ പോൾ സർവേയിലും അത് പറഞ്ഞില്ല. പിന്നെ കോൺഗ്രസ് തന്നെ വീണ്ടും വരുമെന്നായിരുന്നു അന്നത്തേക്ക് കണക്കുകൂട്ടൽ. പക്ഷെ ഫലം വന്നപ്പോൾ അന്ന് അത് തൂത്തുവാരി കൊണ്ടുപോയി. അത് പിന്നെ എല്ലാവരും അത്ഭുതപ്പെട്ടു. അതേ മാതൃകയിലുള്ള അതേ രീതിയിലുള്ള ഒരു സംഭവം ഇപ്പൊ തമിഴ്നാട്ടില് വരുന്നുണ്ട്. അപ്പൊ അതായത് പിന്നെ വെട്രിക്കഴകം, ഈ വിജയുടെ പാർട്ടി ചില സർവേകളില് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകും എന്നുള്ളൊരു പ്രവചനം വന്നിട്ടുണ്ട്. അപ്പൊ അത് ഒരു സൈഡ് ലൈനിലൂടെ ഇങ്ങനെ പോവുകയാണ്. അപ്പൊ അത് ഇതുപോലെ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാമോ? സംഭവിച്ചുകൂടാന്നില്ല. കാരണം അത് പിന്നെ ഏജൻസികൾ അത്ര നിസ്സാരക്കാരല്ല. ഒന്നും ആക്സിസ് ആണെന്ന് ഒറ്റക്കക്ഷിയാവും, പിന്നെ ഒന്ന് ടൈംസ് നൗ. അപ്പൊ ഇവരൊക്കെ ഈ രംഗത്തെ പിന്നെ പ്രഗത്ഭന്മാരാണ്. അതുകൊണ്ട് അവരുടെ സർവേ നമുക്ക് അങ്ങനെ പുച്ഛിച്ച് തള്ളാൻ പറ്റില്ല. കൂടുതൽ സർവേയിലും DMK ക്കാണ് സാധ്യത. പക്ഷേ ഈ പ്രധാനപ്പെട്ട 2 ഏജൻസികൾ ഇത് പറയുമ്പോൾ അതിന് നമ്മൾ വിലമതിച്ചേ മതിയാവും. അങ്ങനെ ഒരു സാധ്യത കൽപ്പിക്കണം. അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാനൊക്കില്ല.